ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവവചനം ശ്രവിക്കുവാൻ ഇങ്ങനെ ഒരവസരം കൂടെ ദൈവം തന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ അബ്രാഹാമിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. അബ്രാഹാമിനെക്കുറിച്ച് എബ്രായ ലേഖനകാരനും പറഞ്ഞിട്ടുണ്ട്. 11-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലും 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലും അബ്രാഹാമിനെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉൽപ്പത്തിയിൽ നാം കാണുന്നത് യഹോവ അബ്രാഹാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേര് വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. ലോത്തും അവനോടുകൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. ഇനി എബ്രായ ലേഖനം 11-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ കൂടെ വായിക്കട്ടെ. എബ്രായർ 11-ന്റെ 8 മുതൽ 10 വരെ. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു. എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടാവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഉൽപ്പത്തി പുസ്തകം 12 മുതൽ 39 വരെയുള്ള അധ്യായങ്ങൾ അബ്രഹാമും തൻ്റെ 3 തലമുറകളും ഉൾപ്പെട്ട 400 വർഷത്തെ ചരിത്രമാണ് നാം കാണുന്നത്. യഹൂദനും ക്രിസ്ത്യാനിയും അബ്രഹാമിനെ പിതാവെന്ന് അംഗീകരിച്ചിട്ടുണ്ട്. അബ്രാം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പിതാവ് എന്നാണ്. അബ്രഹാം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ബഹുജാതികൾക്ക് പിതാവ് എന്നാണ്. അബ്രഹാമിൻ്റെ ജന്മനാട് ഊര് എന്ന് പറയുന്ന സ്ഥലമാണ്. ആ സ്ഥലം യൂഫ്രട്ടീസും ടൈഗ്രീസും നദികൾ സംഗമിക്കുന്നതിന് 100 മൈൽ മുകളിലുള്ള സ്ഥലമാണ് ഈ ഊര് എന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 7-ന്റെ 2-3 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. ദൈവം ആദ്യ മാതാപിതാക്കൾക്ക് പ്രത്യക്ഷനായ ശേഷം ആദ്യത്തെ പ്രത്യക്ഷതയാണ് നാം ഇവിടെ കാണുന്നത്. അബ്രഹാമിനെ വിളിക്കുന്നത് നാം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴോട്ട് വായിച്ചല്ലോ. അബ്രഹാം ഒരു വിഗ്രഹ ആരാധിയായിരുന്നു. ആ സമയത്താണ് ദൈവം അവനെ വിളിച്ചത്. ആ വിളി മാനവ ചരിത്രത്തിൽ ഒരു പുതിയ ആരംഭം കുറിച്ചു. അബ്രഹാം വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലും അനുസരിച്ചു. മത്തായി 21-ന്റെ 28-ൽ 30 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒന്നാമത്തവൻ അവൻ്റെ ഇഷ്ടം ചെയ്തു, മറ്റവൻ പോകാം എന്ന് പറഞ്ഞു, പോയില്ല താനും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോകാം എന്ന് പറഞ്ഞു, പക്ഷെങ്കിൽ പോയില്ല. അബ്രഹാം അങ്ങനെയുള്ള ഒരാളല്ലായിരുന്നു. ദൈവത്തിൻ്റെ വിളിയെ അവൻ അനുസരിച്ചു, ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. നമ്മുടെ വിളിയെപ്പറ്റി നാം ബോധവാന്മാരായിരിക്കണം. അല്ലെങ്കിൽ
ആ വിളിക്ക് യോഗ്യമായി നടക്കുവാൻ നമുക്ക് കഴിയുകയില്ല. എഫേസ്യർ 1:18 നാം വായിക്കുമ്പോൾ, അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അറിയണം. അബ്രഹാം വിളി കേട്ടപ്പോൾ എന്തു ചെയ്തു? ചാർച്ചക്കാരെ വിട്ടു, അല്ലെങ്കിൽ തൻ്റെ പിതൃഭവനത്തെ വിട്ടു. എന്നാൽ തൻ്റെ പിതാവായ തേറഹും സഹോദരപുത്രനായ ലോത്തും തന്നോട് കൂടെ പോയി എന്ന് നമ്മൾ വായിക്കുന്നു. അബ്രഹാമിൻ്റെ ഭൗമിക ബന്ധങ്ങൾ അതിന് തടസ്സമായി തീർന്നു. മരണം ആ ബന്ധത്തെ വിച്ഛേദിക്കും വരെ അവൻ എവിടെ പാർത്തു? ഹാരാനിൽ വന്നു പാർത്തു എന്നാണ് നാം വായിക്കുന്നത്. ഉൽപ്പത്തി 12:6 അബ്രഹാം ശേഖേം എന്ന സ്ഥലം വരെയും എലൻ മോറ വരെയും ദേശത്തുകൂടി സഞ്ചരിച്ചു. അന്ന് കനാന്യർ ദേശത്തു പാർത്തിരുന്നു. അവിടെ അബ്രഹാം കനാന്യരെ മാത്രമല്ല ദൈവത്തെയും താൻ കണ്ടു. ഇവിടെ കനാന്യർ എന്ന് പറഞ്ഞിരിക്കുന്നത് സാത്താന്യ ശക്തിയാണ്. സാത്താന്യ ശക്തി നമ്മുടെ അവകാശത്തിലേക്ക് പ്രവേശിക്കാതിരിക്കേണ്ടതിന് സാത്താന്യ ശക്തി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നാം എന്ത് ചെയ്യണം? ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കുവാൻ കഴിയണം. സാത്താനേക്കാൾ ശക്തിയുള്ള ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് നാം അവനിൽ ആശ്രയിക്കണം. അബ്രഹാമിനെ കുറിച്ച് 4 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഒന്നാമതായി അബ്രഹാമിൻ്റെ വിശ്വാസം. രണ്ടാമത്, വിശ്വാസത്താൽ അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു. മൂന്നാമത്, അബ്രഹാം യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. 4, വിശ്വാസത്താൽ ക്രിസ്തുവിൻ്റെ ദിവസം കണ്ടു സന്തോഷിച്ചു. അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ എബ്രായർ 11:8 വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു, എവിടേക്കു പോകുന്നു എന്ന് അറിയാതെ പുറപ്പെട്ടു. എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസ ജീവിതത്തിൻ്റെ മാതൃകാ പുരുഷനാണ് അബ്രഹാം. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തങ്ങളാണ്. നാം ഇതിനു മുമ്പ് ചിന്തിച്ചതുപോലെ വിശ്വാസം എന്ന് പറയുന്നത് അദൃശ്യ കാര്യങ്ങളെ കാണുവാനുള്ള കണ്ണാണ്. നാം ഇവിടെ 11:6 എബ്രായർ വായിച്ചല്ലോ, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും നാം വിശ്വസിക്കുന്നു. ആ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. അബ്രഹാമിൻ്റെ വിശ്വാസം 3 തലത്തിൽ നമുക്ക് വ്യത്യസ്തമായ തലത്തിൽ കാണുവാനായിട്ട് കഴിയും. ഒന്നാമത്, സമ്പൂർണ്ണ സ്വയസമർപ്പണത്തിൽ ഉള്ള അബ്രഹാമിൻ്റെ വിശ്വാസം ഹീബ്രു 11:8 നാം കാണുന്നു. രണ്ടാമത്, സഹിഷ്ണുതയുടെ വിശ്വാസം വാക്യം 12. മൂന്നാമത്, സ്വാധീനത പ്രയോഗിക്കുന്ന വിശ്വാസം, ഇൻഫ്ലുവൻസ്. തൻ്റെ വിശ്വാസം സ്വാധീനത പ്രയോഗിക്കുന്നതായിരുന്നു. ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ആരാധന ഹാബേലിൽ നാം കാണുന്നു. അതുപോലെ വിശ്വാസത്തിൻ്റെ നടപ്പ് ഹാനോക്കിലും വിശ്വാസത്തിൻ്റെ പ്രവൃത്തി നോഹയിലും നാം കാണുന്നു. 1 പത്രോസ് 1:4 വിശ്വാസത്താൽ ദൈവശക്തി നമ്മെ കാത്തു സൂക്ഷിക്കുന്നു. വിശ്വാസവും അനുസരണവും വേർപിരിക്കാവതല്ല. ഇവിടെ അബ്രഹാം വിളിക്കപ്പെട്ടാറെ അനുസരിച്ചു എന്ന് നാം വായിക്കുന്നു. ദൈവവിളി ചെവിയിൽ മുഴങ്ങിയപ്പോൾ തന്നെ
അബ്രഹാം അനുസരിച്ചു. അബ്രഹാമിൻ്റെ വിശ്വാസം അഥവാ അനുസരണം ആന്തരിക വിശ്വാസത്തിൻ്റെ തെളിവാണ്. ലോക മനുഷ്യരുടെ വിധികളും പഴികളും പരിഹാസങ്ങളും അതിന് വിഷയമായിരിക്കില്ല. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ പതിക്കുന്നത് മുകളിലേക്കാണ്. രണ്ടാമത്, അബ്രഹാം വിശ്വാസത്താൽ കൂടാരങ്ങളിൽ പാർത്തു എന്നാണ് നാം വായിക്കുന്നത്. എബ്രായർ 11:9, ഉൽപ്പത്തി 12:8. വിശ്വാസത്താൽ അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു. അബ്രഹാമിൻ്റെ ലക്ഷ്യം ഭൗമികമായ ഒരു രാജ്യം അല്ലായിരുന്നു. കൂടാരവാസം കൊണ്ട് അബ്രഹാം തികച്ചും തൃപ്തനായിരുന്നു. അന്ന് ദേശവാസികൾ ഒരുപക്ഷെങ്കിൽ ചോദിച്ചു കാണും, ഈ പ്രഭുവിന് കൊച്ചുമക്കളായിട്ടും എന്തുകൊണ്ടൊരു വീട് പണിയുന്നില്ല? അപ്പോൾ അബ്രഹാമിൻ്റെ മറുപടി എന്തായിരിക്കും? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായിട്ടാണ് ഞാൻ ഇവിടെ പാർക്കുന്നത്. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു എന്നാണ് നാം വായിക്കുന്നത്. അബ്രഹാമിന് ഒരു സെമിറ്ററി അല്ലെങ്കിൽ ശ്മശാനം ഒഴികെ സ്വന്തമായി വസ്തുവകകളോ വീടോ ഇല്ലായിരുന്നു എന്ന് നമുക്കറിയാം. ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു. എബ്രായർ 11:9. അവനവിടെ പാർത്തത് അന്യദേശത്തെന്ന പോലെയാണ്. സ്വന്തമായ ദേശമല്ല, ഇതൊരു അന്യദേശമാണെന്നുള്ള ചിന്തയിലാണ് അബ്രഹാം അവിടെ പാർത്തത്. പ്രവൃത്തി 7:6 അവൻ്റെ സന്തതി അന്യദേശത്ത് ചെന്ന് പാർക്കും. എത്ര വർഷക്കാലം? 400 വർഷക്കാലം. ഉൽപ്പത്തി 23:4 അബ്രഹാം ഹിത്യരോട് പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്നു പാർക്കുന്നവനും ആകുന്നു. ഈ ഭൂമിയിൽ വിശ്വാസികളായ നാം പരദേശികളാണ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, വരുവാനുള്ളതിനെയാണ് നാം അന്വേഷിക്കുന്നത്. നാം പരദേശികളാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നത്, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങൾ. നാം പ്രവാസികളാണ്, അതുപോലെ തന്നെ നാം പരദേശികളാണ്. യാക്കോബ് ഒരിക്കൽ ഫറവോനോട് പറയുകയുണ്ടായി, ഉൽപ്പത്തി 47:9, എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം 130 സംവത്സരമായിരിക്കുന്നു. എൻ്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടതമുള്ളത്. അപ്പോൾ യാക്കോബിന് ഇതേ ചിന്താഗതിയായിരുന്നു. എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം എന്നാണ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് യാക്കോബ് ഫറവോനോട് പറഞ്ഞത്. ക്രിസ്ത്യാനികളെക്കുറിച്ച് തെർത്തുല്യൻ എന്ന ഒരു സഭാപിതാവ് ഇങ്ങനെ പറയുകയുണ്ടായി, ഭൂമിയിൽ അവനൊരു മോക്ഷയാത്രയുണ്ട് നമുക്ക് ക്രിസ്ത്യാനികൾക്ക്, എന്നാൽ അവൻ്റെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അതാണ് നാം ഫിലിപ്പിയർ 3:20 വായിക്കുന്നത്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ വരുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ക്രിസ്ത്യാനികളെ അവരുടെ പൗരത്വം സ്വർഗത്തിലാണ്. നാം ഇവിടെ അന്യരും പരദേശികളുമാണ്. സെന്റ് അഗസ്റ്റിനും ഇതുപോലെ പറയുകയുണ്ടായി, നമ്മുടെ പിതൃദേശത്ത് നിന്ന് പുറന്തള്ളപ്പെട്ട പരദേശികളാണ് ഇവിടെ നമ്മൾ ഓരോരുത്തരും. ഈ ലോകം ഒരു പാലമാണ്. ബുദ്ധിമാന്മാർ അതിൻ്റെ മീതെ കൂടെ കടന്നുപോകും. എന്നാൽ അവൻ ആ പാലത്തിന്മേൽ ഒരു വീട് പണിയുകയില്ല. എബ്രായർ 11:13-14 വരെ വാക്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. മൂന്നാമതായിട്ട് അവിടെ അവൻ യഹോവയ്ക്ക്
ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അബ്രഹാം ദൈവത്തിൻ്റെ വിളി അനുസരിച്ചു. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു. മാത്രവുമല്ല, അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു, ഒരു യാഗപീഠം പണിതു എന്ന് നാം വായിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ആരാധിക്കുന്നവനുമായിരിക്കും. നോഹ പെട്ടകത്തിൽ നിന്നിറങ്ങിയ ശേഷം യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. അതിനുശേഷമുള്ള ആരാധന രേഖപ്പെടുത്തിയിരിക്കുന്നത് അബ്രഹാമിൻ്റെ ആരാധനയാണ്. അതിനുശേഷം ഇസഹാക്കും യാക്കോബും യാഗപീഠങ്ങൾ ഉണ്ടാക്കിയതായി ഉൽപ്പത്തി 26-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പഴയ നിയമ ഭക്തന്മാർ യാഗപീഠം പണിത് യാഗം കഴിച്ചാണ് ദൈവത്തെ ആരാധിച്ചത്. ഇന്ന് നാം യാഗപീഠം പണിയേണ്ട ആവശ്യമില്ല. മൃഗങ്ങളെ യാഗം കഴിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ക്രിസ്തു ക്രൂശിൽ യാഗം അർപ്പിച്ച ആ ദൈവകുഞ്ഞാടിൻ്റെ യാഗത്തിൽ വിശ്വസിച്ച് നാം ആരാധിക്കുന്നു. അതാണ് പുതിയ നിയമ വിശ്വാസിയുടെ ആരാധനയുടെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. അബ്രഹാം വിശ്വാസത്താലുള്ള യാഗാർപ്പണം നടത്തിയതായി ഉൽപ്പത്തി 22:1 നമ്മൾ വായിക്കുന്നു. ഇവിടെ അബ്രഹാം ദൈവത്തെ ആരാധിക്കുന്നു. ദൈവം എന്നാൽ അവനെ പരീക്ഷിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണത്? ഉൽപ്പത്തി 22:1 അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത്, ഇസ്ഹാക്കിനെ നീയെ ഹോമയാഗം കഴിക്കുക. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ദൈവത്തിൻ്റെ കൽപ്പന തന്നെ പറഞ്ഞിട്ടുണ്ട് ഉൽപ്പത്തി 9:6 ആരെങ്കിലും മനുഷ്യൻ്റെ രക്തം ചൊരിയിച്ചാൽ അവൻ്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത രേഖയാണത്. എന്നാൽ ഇവിടെ മനുഷ്യൻ്റെ രക്തം ചൊരിയിക്കരുത് എന്ന് പറഞ്ഞ ദൈവം തന്നെ അബ്രഹാമിനോട് പറയാണ്, നിന്റെ മകനെ കൊണ്ടുപോയി ഹോമയാഗം കഴിക്കുക. എന്തുകൊണ്ടാണ്? ദൈവം പരമാധികാരിയാണ്. നിയമം കൽപ്പിച്ചാക്കുവാനും മാറ്റുവാനുമുള്ള സ്വാതന്ത്ര്യം ദൈവത്തിനുണ്ട്. വേറൊരു ഉദാഹരണം നാം കാണുന്നുണ്ട്. പുറപ്പാട് 20:4 മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയരുത്. ഒന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുതെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ ആ ദൈവം മോശയോട് എന്താ പറഞ്ഞത്? ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. സംഖ്യാപുസ്തകം 21:8. ഒന്നിൻ്റെ പ്രതിമ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ ദൈവം ഇവിടെ പറയുന്നു, നീ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക എന്ന്. അപ്പോൾ ദൈവം പരമാധികാരിയാണ്. നിയമം കൽപ്പിച്ചാക്കുവാൻ അധികാരമുണ്ട്, അത് മാറ്റുവാനും ദൈവത്തിന് അധികാരമുണ്ട്. നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച് യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചു. പഴയ നിയമത്തിലെ യാഗപീഠം കുറിക്കുന്നത് ദൈവത്തിൻ്റെ ആരാധകനെയാണ്. പഴയ നിയമത്തിലെ കൂടാരം കാണിക്കുന്നത് അവർ ലോകത്തിൽ പരദേശികളാണ്. ഉൽപ്പത്തി 12:10 ദേശത്ത് ക്ഷാമമുണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദേശത്ത് ക്ഷാമമുണ്ടായി. അതുകൊണ്ട് അബ്രഹാം ശരിയായ സ്ഥാനത്തല്ല എന്ന് ചിന്തിക്കാൻ പാടില്ല. പൗലോസ് ഒരിക്കൽ മക്കദോന്യയിലേക്ക് പോകുവാൻ വിളിക്കപ്പെട്ടു. അപ്പോസ്തലനായ പൗലോസ് അവിടെ തനിക്ക് ലഭിച്ചത് ഫിലിപ്പിയിലെ കാരാഗ്രഹമായിരുന്നു. കാരാഗ്രഹം. അവിടെ കാരാഗ്രഹത്തിൽ പൗലോസ് കിടക്കുമ്പോൾ കാരാഗ്രഹത്തിലെ അന്തേവാസികളെ അവരോട് സുവിശേഷം പറയുവാനുള്ള സുവർണ അവസരം അവർക്ക് ലഭിച്ചു. ഇവിടെ ദേശത്ത് ക്ഷാമം ഉണ്ടായി. അബ്രഹാം എന്ത് ചെയ്തു? ദേശം വിട്ടു പോയി എന്ന് നമ്മൾ വായിക്കുന്നു. അവനെ ദേശം വിട്ടു പോകുവാനുള്ള ശരിയായ നിർദ്ദേശം ദൈവത്തിൽ നിന്ന് ലഭിച്ചിരുന്നില്ല.
മിസ്രൈമിലേക്ക് അബ്രഹാം പോയി. ആ പോക്ക് വലിയ നഷ്ടമായി എന്ന് നമുക്കറിയാം. നോക്കുക, യോഹന്നാൻ 8:56 നമ്മൾ വായിക്കുന്നത്, അബ്രഹാം ക്രിസ്തുവിൻ്റെ ദിവസം കണ്ട് സന്തോഷിച്ചു. അബ്രഹാം ക്രിസ്തുവിൻ്റെ ദിവസം കണ്ട് സന്തോഷിച്ചു. നോഹയുടെ കാലത്തിന് ശേഷം മനുഷ്യർ വിഗ്രഹാരാധനയിലേക്ക് വഴുതി വീണു. എന്നാൽ അവരുടെ മധ്യത്തിലും ഹാനോക്ക്, നോഹ, മെൽക്കിസദേക്ക് തുടങ്ങിയ അനേക ദൈവദാസന്മാരെ ജീവിച്ചിരുന്നു. അബ്രഹാം വിഗ്രഹാരാധികളുടെ മധ്യത്തിലാണ് ജീവിച്ചത്. അവിടെ ജീവനുള്ള ദൈവത്തെ അറിഞ്ഞ് അബ്രഹാം ജീവിച്ചു. അവർ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. എബ്രായർ 11:16. അപ്പോൾ കനാൻ ദേശത്തേക്കാൾ മെച്ചമായ ഒന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. ഒരു സ്വർഗീയ നഗരത്തിനായിട്ടാണ് അവരെ കാത്തിരുന്നത്. ദൈവം അവർക്കായി ഒരുക്കുന്നത് ഒരു വീടല്ല, പിന്നെ ഒരു നഗരമാണ്. നാം അത് വെളിപ്പാട് പുസ്തകം 21:2 കാണുന്നുണ്ട്. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. പുതിയ യെരുശലേം ഒരു നഗരം, വിശുദ്ധ നഗരം, കർത്താവ് തന്നെ ഒരുക്കുന്നതാണ് തൻ്റെ ജനത്തിനു വേണ്ടി. അത് വിശുദ്ധമാണ്. യാതൊരു അശുദ്ധനും അതിൽ കൂടെ കടക്കയില്ല, അതിൽ പ്രവേശിക്കുകയില്ല. എബ്രായർ 11:10 നാം വായിക്കുന്നത്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരം, അതിനായി അബ്രഹാം കാത്തിരുന്നു. അബ്രഹാം കൂടാരത്തിൽ പാർത്തു. കൂടാരത്തിന് അടിസ്ഥാനമില്ല. കൂടാരവാസം കൊണ്ട് താൻ തികച്ചും സംതൃപ്തനായിരുന്നു. ദൈവനിർമ്മിതമായ നഗരത്തിനു വേണ്ടി അബ്രഹാം കാത്തിരുന്നു. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇല്ലല്ലോ. യെരുശലേം നഗരം തന്നെ ഇളകി മാറിപ്പോകും. AD 70 യെരുശലേം നഗരം നശിപ്പിക്കപ്പെട്ടതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നഗരത്തിനായി കാത്തിരുന്നു. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ പറയുവാൻ കഴിയുമോ? ഒരു നഗരത്തിനായി നാം കാത്തിരിക്കണം. അവൻ എൻ്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് സന്തോഷിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു അബ്രഹാമിനെ കുറിച്ച്. അബ്രഹാമിൻ്റെ സന്തതികൾ ക്രിസ്തുവിനോട് കോപിച്ചു. അവനെ എറിയുവാൻ കല്ലെടുത്തു. യോഹന്നാൻ 8:53. കർത്താവ് പറയുന്നത് കേൾക്കുവാനുള്ള ചെവി അവർക്കില്ല. എന്നാൽ അവനെ കൊല്ലാനുള്ള കൈകൾ അബ്രഹാമിൻ്റെ പിൻതലമുറയ്ക്കുണ്ടായി. വിശ്വാസം ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു. ഒരു പഴമൊഴി ഞാനിങ്ങനെ വായിക്കുകയുണ്ടായി, നിന്റെ കൂടെ ലോകത്തിലുള്ള ഒരു വൃക്ഷത്തിന്മേൽ നീ കെട്ടരുത്, കാരണം ഈ വനത്തിലെ സകല വൃക്ഷങ്ങളും വെട്ടിക്കളയുവാനായിട്ട് പോകുകയാണ്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെ കുറിച്ച് 10 കാര്യങ്ങൾ ബൈബിളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? അവർ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. ദൂരദേശത്ത് നിന്ന് അവരത് കണ്ടു. വാഗ്ദത്തങ്ങൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. അവയെ അഭിനന്ദിച്ചു. അവർ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. സ്വർഗം അന്വേഷിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. ഭൗമികമായതിനെക്കുറിച്ച് ചിന്താഭാരമുള്ളവരായിരുന്നില്ല. വിട്ടുപോകുന്നതിലേക്ക് അവർ മടങ്ങിപ്പോയില്ല. ഒടുവിലായി സ്വർഗീയ നഗരത്തിനായി അവർ കാത്തിരുന്നു. ദൈവത്തിന് സ്തോത്രം. അബ്രാമിൻ്റെ ഭക്തിയെക്കുറിച്ച് ഒരു പാരമ്പര്യ കഥ യഹൂദന്മാരുടെ ഇടയിലുണ്ട്.
അതോടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. തൻ്റെ ഭക്തിയെക്കുറിച്ച് യഹൂദന്മാരുടെ ഇടയിലുള്ള ഒരു കഥ അതിങ്ങനെയാണ്. തൻ്റെ ജനത്തിൻ്റെ വിഗ്രഹാരാധനയെ അബ്രഹാം എതിർത്തു. അതിൽ ക്രുദ്ധനായ തേറഹ് തൻ്റെ പിതാവ് മതവിരോധിയായ മകനെ ശിക്ഷിക്കുവാൻ നിമ്രോദ് രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു. അപ്പോൾ രാജാവ് കൽപ്പിച്ചു, അഗ്നിയാണ് നമ്മുടെ ദൈവം, നീ അഗ്നിയെ സേവിക്കണം. അബ്രഹാം മറുപടി പറഞ്ഞു, അഗ്നിയേക്കാൾ ശക്തി അതിനെ കെടുത്തുന്ന വെള്ളത്തിലാണല്ലോ, അതിനെയല്ലേ വന്ദിക്കേണ്ടത്. മാത്രമല്ല മേഘത്തെ വഹിച്ചുകൊണ്ട് പോകുന്ന കാറ്റിനെയും സേവിക്കണ്ടേ. രാജാവിന് കോപം വന്നു. എൻ്റെ ദൈവം അഗ്നിയാണ്, നിന്നെ ഞാൻ അതിന് കൊടുക്കും. അബ്രഹാമിനെ ചുട്ടരിക്കുവാനായി 7 ദിവസം തീ കൊളുത്തിയിട്ടും കത്തിയില്ല എന്നാണ് ഈ കാര്യം എനിക്ക് വായിക്കുവാനായിട്ട് ഇടയായത്. താൻ പിതൃദേശത്ത് ഒരന്യദേശത്തെന്ന പോലെ അബ്രഹാം ജീവിച്ചു. അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ടു, അനുസരിച്ചു. അവൻ കൂടാരങ്ങളിൽ പാർത്തു, ദൈവത്തെ ആരാധിച്ചു. എന്നെല്ലാം നാം ഇവിടെ ചിന്തിക്കുകയുണ്ടായി. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചും അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്ന് ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്. അബ്രഹാമിൻ്റെ നല്ല മാതൃക ഒന്നാമതായി അവൻ ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ളതാണ്. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു എന്ന് നാം വായിക്കുന്നു. ആ നിലയിൽ ദൈവത്തിൽ വിശ്വസിക്കുവാനും അവൻ്റെ കൽപ്പനകളെ പിൻപറ്റുവാനും അതനുസരിക്കുവാനും അവൻ്റെ വിളിയെ അംഗീകരിക്കുവാനും ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകി അവൻ്റെ പുണ്യനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പാട്ടിൻ്റെ ചില അടികൾ കൂടെ കേട്ടിട്ട് നമുക്ക് ഈ ഭാഗം ഇവിടെ തീർക്കാം. ഞാൻ എഴുതിയൊരു പാട്ടാണ്, ബിനോയ് ചാക്കോ എഴുതിയതാണ് ചില വർഷങ്ങൾക്ക് മുൻപേ. ജീവൻ തന്നു നാഥൻ, പാപികൾക്കായി കഷ്ടം ഏറ്റും കാന്തൻ, മാനവർക്കായി ജീവൻ തന്നു നാഥൻ, പാപികൾക്കായി കഷ്ടം ഏറ്റും കാന്തൻ. ജീവൻ തന്നു നാഥൻ,
ജീവൻ തന്നു നാഥൻ പാപികൾക്കായി കഷ്ടം ഏറ്റൻ കാന്തം ക്രിസ്തുവിൽ മരിച്ചവരും ജീവനുള്ളവരും എതിരേൽക്കും കർത്താവിനെ മേഘങ്ങളിൽ നീരേ ക്രിസ്തുവിൽ മരിച്ചവരും ജീവനുള്ളവരും എതിരേൽക്കും കർത്താവിനെ മേഘങ്ങളിൽ നീരേ ഇങ്ങനെ നാം വാഴും സദാ കർത്താവിന്റെ കൂടെ മാനവർക്കായി ജീവൻ തന്നു നാഥൻ പാപികൾക്കായി കഷ്ടം ഏറ്റൻ കാന്തൻ മാനവർക്കായി ജീവൻ തന്നു നാഥൻ പാപികൾക്കായി കഷ്ടം ഏറ്റൻ കാന്തൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വചനം കേട്ട എല്ലാവർക്കും എൻ്റെ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.